മലകളെ പുണർന്നു നീങ്ങുന്ന കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പ് പോലെയാണ്. അത് താഴ്വരകളെയും കുന്നിൻ ചെരുവുകളെയും മറയ്ക്കുന്നു. പ്രകൃതിക്കൊരു മാന്ത്രിക ഭാവം നൽകുകയും ചെയ്യുന്നു. സൂര്യരശ്മികൾ കോടമഞ്ഞിലൂടെ അരിച്ചിറങ്ങുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു കാഴ്ചയായി മാറുന്നു. ഈ കാഴ്ച മനസ്സുകളിൽ സമാധാനവും ശാന്തതയും നിറക്കുമോ? മലമടക്കുകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് പാറകളിലൂടെ താഴേക്ക് പതിച്ച് ചെറിയ വെള്ളച്ചാട്ടങ്ങളായി മാറുന്നു. പിന്നെ സൂര്യരശ്മികൾ ഈ വെള്ളത്തിൽ തട്ടുമ്പോൾ മഴവില്ല് പോലെ കാണപ്പെടുന്നു. ചെറിയ മീനുകളും തവള കുഞ്ഞുങ്ങളും ഈ അരുവികളിലെ കൂട്ടുകാരാണ്. പുൽമേടുകളിലൂടെയും മരങ്ങൾക്കിടയിലൂടെയും വളഞ്ഞും പുളഞ്ഞും ഒഴുകി ഒടുവിൽ വലിയ ഒരു പുഴയിലേക്ക് എത്തിച്ചേരുന്നവരെ ഒഴുകുന്ന അരുവികൾ. ഇവ കടന്നു പോകുന്ന വഴികളിലെല്ലാം നല്ല തണുപ്പും പച്ചപ്പുമായിരിക്കും. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ കൺപാർക്കാൻ കണ്ണനിലെ കരിമുകിലവരനേ മധുരാമൃതമുരളീരവ മഴയുടെ കണ്ണനിലെ കരിമുകിലവരനേ കണ്ണനിലെ കരിമുകിലവരനേ മധുരാമൃതമുരളീരവ മഴയുടെ കണ്ണനിലെ കരിമുകിലവരനേ. എന്താണ് ഈ കോടമഞ്ഞ്? ഒരു കൂട്ടം ജലകണികകൾ അല്ലെങ്കിൽ മഞ്ഞുകണികകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അതിനെയാണ് കോടമഞ്ഞെന്ന് പറയുന്നത്. ഈ മലമുകളിൽ താപനില വളരെ കുറവായതുകൊണ്ടാണ് കോടമഞ്ഞുണ്ടാകുന്നത്. തണുത്ത കാറ്റും ഈർപ്പവും കൂടിച്ചേരുമ്പോൾ നീരാവി ചെറിയ ജലകണികകളായി അങ്ങനെ മാറുകയാണ്. ഈ ജലകണികകൾ ഒരുമിച്ച് കൂടി കോടമഞ്ഞായി രൂപപ്പെടുന്നു.